സ്റ്റോക്ക് മാർക്കറ്റ് സീക്രട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 1-2 വീഡിയോയിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ രാജ്യത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രധാനമായും NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത് രണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഇൻഡെക്സ് എന്നാണ്. ഇൻഡെക്സ് അനാലിസിസ് നടത്തുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുള്ളതാണ്. തുടക്കക്കാരായ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ വീഡിയോസ് ചെയ്തു പോകുന്നത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് വ്യക്തമായ ധാരണയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. അതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു ചാനലുണ്ട്, ലിബ്ര വെൽത്ത്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആ ഒരു ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് അനാലിസിസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയുന്നവരാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഏത് രീതിയിൽ മൂവ് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ഒരു ചാനലിൽ ലൈവ് ട്രേഡിംഗ് അനാലിസിസ് തന്നെ നടത്തുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പ് കുത്തി അല്ലേ, നിഫ്റ്റി 100 പോയിൻ്റ് ഇടിഞ്ഞു, അതുപോലെ തന്നെ സെൻസെക്സ് 200 പോയിൻ്റ് മുകളിലേക്ക് കുതിച്ചു, ഇങ്ങനെ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിഫ്റ്റി 50 പോയിൻ്റ് അല്ലെങ്കിൽ 100 പോയിൻ്റ് താഴേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നിഫ്റ്റി 50 പോയിൻ്റ് അല്ലെങ്കിൽ 100 പോയിൻ്റ് താഴേക്ക് വരുന്നത്, അതുപോലെ തന്നെ സെൻസെക്സ് എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്, ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 ഇൻഡെക്സുകളാണ്, ഒന്ന് സെൻസെക്സ്, മറ്റൊന്ന് നിഫ്റ്റി. NSEയുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി, അതുപോലെ തന്നെ BSEയുടെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട 50 കമ്പനികളുടെ ഓവറോൾ പെർഫോമൻസ് ആണ് നമുക്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ 30 സ്റ്റോക്കുകളുടെ ഓവറോൾ പെർഫോമൻസ് ആണ് നമുക്ക് സെൻസെക്സിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവ കൂടാതെ മറ്റു ചില ഇൻഡെക്സുകളോട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സെക്ടോറിയൽ ഇൻഡിസസ്. ബാങ്കിങ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിനായി ബാങ്ക് നിഫ്റ്റി, ബാങ്ക് എക്സ് ഇതുപോലുള്ള ഇൻഡെക്സ്, അതുപോലെ തന്നെ IT സ്റ്റോക്കുകളുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള IT ഇൻഡെക്സ്, ഓട്ടോ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഓട്ടോ ഇൻഡെക്സ്, ഫിൻ നിഫ്റ്റി, അങ്ങനെ കുറേ ഇൻഡെക്സുകളോട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വരുന്ന വീഡിയോസിലൊക്കെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ഇൻഡെക്സുകൾ അനാലിസിസ് നടത്തുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്കുള്ളതെന്ന് നോക്കാം. ഇൻഡെക്സ് അനാലിസിസ് നടത്തുന്നതിലൂടെ നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ എക്കണോമിക് ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഡെക്സ് അനാലിസിസിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ ആ ഒരു രാജ്യത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം റിട്ടേൺ നമുക്ക് കിട്ടും, ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇൻഡെക്സ് അനാലിസിസിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റായിട്ട് ഇൻഡെക്സുകൾ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നതിലൂടെ ആ രാജ്യത്തിൻ്റെ വളട്ടിലിറ്റി എത്രത്തോളം ഉണ്ട്. ഈ വളട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് നമുക്കുണ്ടെന്നുള്ളത് ഈ വളട്ടിലിറ്റി ഇൻഡെക്സ് പഠിക്കുന്നതിലൂടെ മനസ്സിലാവും. വളട്ടിലിറ്റി പഠിക്കുന്നതിന് മാത്രമായിട്ട് നമുക്കൊരു ഇൻഡെക്സ് ഉണ്ട്, വളട്ടിലിറ്റി ഇൻഡെക്സ്, അത് ഇന്ത്യ വിക്സ് എന്ന് പറയും. ഇൻഡെക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം റിസ്ക് ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, എത്രത്തോളം റിസ്ക് ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ റിട്ടേൺ എത്ര ആ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കിട്ടുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ എക്കണോമിക് ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിൽ മാത്രമേ നമ്മൾ ആ ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് വരുന്ന വീഡിയോയിലൂടെ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ടാണ് ഇൻഡെക്സ് മുകളിലേക്ക് പോകുന്നത്, ഇൻഡെക്സ് മുകളിലേക്ക് പോകുന്നതിന് എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വരുന്ന വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ച് കൃത്യമായ റൂട്ടിലൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ സാധാരണ കോഴ്സുകൾ ചെയ്യുന്ന ആളുകൾ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ റൂട്ടിലൂടെ പഠിപ്പിച്ച് പോകുന്നില്ല. നമ്മളിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു വീഡിയോയിലൂടെ കഴിയും. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ട് വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും. എന്തായാലും നിങ്ങൾ വരുന്ന വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.